പാണ്ടിക്കാട് ദേഹത്തൊളിപ്പിച്ച് കടത്തിയ ഹാഷിഷ് ഓയിലുമായി പിടിയിലായ നല്ലളം സ്വദേശി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി. പാണ്ടിക്കാട് മൂരിപ്പാടത്ത് വെച്ച് വീര്യം കൂടിയ 190 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 27-കാരനായ കോഴിക്കോട് നല്ലളം സ്വദേശി അച്ചാരമ്പത്ത് നവീൻ ബാബുവിനെയാണ് പാണ്ടിക്കാട് എസ്ഐ MK ദാസനും സംഘവും അറസ്റ്റ് ചെയ്തത്. മഞ്ചേരിയിൽ നിന്നും കരുവാരക്കുണ്ട് ഭാഗത്തേക്ക് വരുന്ന ബസ്സിൽ വരികയായിരുന്ന നവീൻ ബാബുവിന്റെ കൈവശം എന്തോ ലഹരി വസ്തു ഉള്ളതായി പോലീസിന് ബസിന്റെ പേര് സഹിതം വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മൂരിപ്പാടത്ത് വെച്ച് ബസ് തടഞ്ഞ് പരിശോധന നടത്തിയത്. കഞ്ചാവ് വാറ്റിയെടുത്തുണ്ടാക്കുന്ന വീര്യം കൂടിയ ഹാഷിഷ് ഓയിൽ ഗ്രാമിന് 1000 മുതൽ 2000 വരെ വിലയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി പാന്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. മണം വരാതിരിക്കാൻ സെല്ലോ ടാപ്പ് കൊണ്ട് ചുറ്റിയാണ് ഒളിപ്പിച്ചത്. ജില്ലയിൽ പോലീസ് മേധാവി ആർ വിശ്വനാഥ് IPSന്റെ നിർദ്ദേശപ്രകാരം ലഹരിക്കടത്ത് സംഘങ്ങൾക്കെതിരെ പോലീസിന്റെയും ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡിന്റെയും നടപടി ശക്തമാക്കിയിരുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗമോ കൈമാറ്റമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിൽ അറിയിക്കാനുള്ള മൊബൈൽ നമ്പർ പരസ്യപ്പെടുത്തിയതിന്റെ ഫലമായി ലഹരിക്കടത്തും വിൽപ്പനയും ഉപയോഗവും നടത്തുന്നവരെക്കുറിച്ചുള്ള നിരവധി വിവരങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ നിന്നും പോലീസിന് ലഭിക്കുന്നുണ്ട്. വിവരങ്ങൾ കൈമാറുന്നവരുടെ ഐഡന്റിറ്റി രഹസ്യമായിരിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ കൈമാറുന്നതെന്നും ലഭിക്കുന്ന വിവരങ്ങൾ പോലീസ് രഹസ്യമായി നിരീക്ഷിച്ച് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും ഡിവൈഎസ്പി A പ്രേംജിത്ത് അറിയിച്ചു. പിടിയിലായ നവീൻ ബാബുവിന്റെ പേരിൽ നിരവധി ക്രിമിനൽ കേസുകളാണ് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലുള്ളത്. പെട്രോൾ ബോംബെറിഞ്ഞ കേസുകളും പോലീസിനെതിരെ ഉൾപ്പെടെയുള്ള നിരവധി വധശ്രമ കേസുകളും ആയുധ നിരോധന നിയമപ്രകാരമുള്ള കേസുകളും പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് തകർത്ത കേസ്, കവർച്ചാ കേസ്, മോഷണ കേസ് എന്നിവയും നിലവിലുണ്ട്. മിക്ക കേസുകളും വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാപ്പ നിയമപ്രകാരം 6 മാസം കരുതൽ തടങ്കലിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ ഡിസംബർ അവസാനമാണ് പുറത്തിറങ്ങിയത്. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ബാംഗ്ലൂർ, മംഗലാപുരം ഭാഗങ്ങളിൽ നിന്ന് ഹാഷിഷ് ഓയിൽ നാട്ടിലേക്ക് കടത്തി വിൽപ്പന നടത്താനായി വരുന്ന വഴിയാണ് പോലീസ് പിടികൂടിയത്. പ്രതിയുടെ മുൻ കേസുകളുടെ ജാമ്യം റദ്ദു ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് IPSന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി A പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ SI AK ദാസൻ, പാണ്ടിക്കാട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ അജയൻ, അരുൺ K കുമാർ, സനു K ജോർജ് എന്നിവരും ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡുമാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. ഈസ്റ്റ് ലൈവ്, പാണ്ടിക്കാട്.